നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഡേ 3 മുദ്ര ട്രെയിനിങ്ങിൽ എന്തെന്ന് അങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് കുജിമുദ്ര 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 അറിയാമോ? കുജി 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 KUJI കുജിമുദ്ര. ഇങ്ങനെ പിടിക്കണം. ഈ തള്ളവിരൽ നടുവിരലിൻ്റെ മേലെ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് വിരല ഇങ്ങനെ നീട്ടി പിടിക്കണം. തള്ളവിരൽ ഇത് നടുവിരലിൻ്റെ മേലെ പ്രസ് ചെയ്ത് പിടിക്കണം. എന്തോന്ന് എന്നിട്ട് അതിന് ഒറ്റ വിരൽ നീട്ടി ഇൻഡെക്സ് ഫിംഗറെ നീട്ടി പിടിക്കണം. അപ്പോൾ ഇത് ഒറ്റ തലവലി ക്ലിയർ ആവും. മൈഗ്രെയിൻ, അതുപോലെ ഇൻഡസ്ട്രിയിലുള്ള ഡിസീസും ക്ലിയർ ആവും. അത് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ നേരെ പിടിക്കണം. നെഞ്ചിൻ്റെ പേരെ വേണം. രണ്ടാമത് ഹീലിങ്ങിന് പിടിക്കുന്ന മുദ്രയൊക്കെ മിനിമം 24 മിനിറ്റ്സ്, മിനിമം 14 മിനിറ്റ്സ്, മാക്സിമം 24 മിനിറ്റ്സ് പിടിക്കണം. 24 മിനിറ്റ്സ് അത് പിടിക്കണം. അടുത്തത് വന്ന് മൃഗീമുദ്ര എന്തെന്ന് വെച്ചാൽ കാക്കാവലിപ്പിന് കാക്കാവലിപ്പ് ശരി ചെയ്യാം. കാക്കാവലിപ്പിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മുദ്ര പിടിച്ച് അവർക്ക് പിടിവിടും. അപ്പോൾ അതിന് അതൊന്നും വേറെ, അത് ഒന്ന് മൃഗമുദ്ര, അല്ലെങ്കിൽ മാൻമുദ്ര. ഇപ്പം നിങ്ങൾ കാണിച്ചത് ഇതൊന്ന് മൃഹി മുദ്ര. ഇതിലെന്തെന്ന് വെച്ചാൽ ഇതിലൊന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് ഈ വിരൽ ഇങ്ങനെ വളച്ച് പിടിക്കണം. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ഈ വിരൽ ഇങ്ങനെ വളച്ച് പിടിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഫിറ്റ്സ് ഉള്ളവർക്ക് ഇത് ഇങ്ങനെ വെച്ചാൽ അത് അവർക്ക് ക്ലിയർ ആവും. ഓക്കെ. ഇതൊന്ന് നിങ്ങൾക്ക് മൂലാധാര ചില ആൾക്ക് മൂലാധാരം ബ്ലാക്കായിരുന്നാൽ അതിനെ റിലീസ് ചെയ്യാൻ വേറെ മുദ്രയുണ്ട്. നമ്മൾ മൂലാധാര ആക്ടിവേഷനും ഉള്ള മുദ്രകളാണ് നോക്കിയിട്ടുള്ളത്. അതൊക്കെ ആക്ച്വലി പഞ്ചഭൂത മുദ്രകളാണ്. പക്ഷേ ആധാരത്തിന് സെപ്പറേറ്റ് മുദ്രകളുണ്ട്. ആ മുദ്രകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ആധാരം ബ്ലാക്കായിരുന്നാൽ അതിനെ വന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ചില മുദ്രകൾ, സ്പെഷ്യൽ മുദ്ര ഉണ്ട്. അപ്പോൾ അത് വന്ന് മൂലാധാര മുദ്ര. ഇതിൽ വന്ന് ഇതാന്ന് നോക്കിക്കുക, എല്ലാ വിരലുകളെയും നടക്കിയിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിങ്ങൾ പിടിച്ചോണ്ടേ ഇരുന്നാൽ ഇങ്ങനെ പിടിച്ചോണ്ടേ ഇരുന്നാൽ ഒരു 14 മിനിറ്റ്സ് പിടിച്ചോണ്ടിരുന്നാലേ മൂലാധാരം ഓപ്പൺ ആവുന്നത് അറിയാം.
ഇത് മൂലാധാരം ഓപ്പൺ ആകുന്നത് അറിയാം. അത്രയ്ക്ക് അത് ഫീലാവും. മനസ്സിലായില്ലേ? മൂലാധാരമുദ്ര. മൂലാധാരമുദ്ര ആക്ച്വലി നമ്മൾ മൂലാധാരത്തിന് ഇതിനൊക്കെ ചെയ്യുന്നത് ആക്ച്വലി പൃഥ്വിമുദ്രയിലെ യൂസ് ചെയ്യുന്നത്. അത് പഞ്ചഭൂത മുദ്രയല്ലേ. ആധാരത്തിന് സെപ്പറേറ്റ്, അതിൽ ഇത് ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാൻ സെപ്പറേറ്റ് മുദ്രകളുണ്ട്. അതിൽ മൂലാധാരം ചില ആളുകൾക്ക് ലാക്കായി പോകും. മന്ത്രവാദത്തിൽ ഈടുപെടുന്നല്ലോ, മന്ത്രവാദം ബ്ലാക്ക് മാജിക്കിലൊക്കെ ഈടുപെടുന്നവർക്ക് ആധാരങ്ങൾ ലാക്കായി 2-3 വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗമാണ്. തൃശ്ശൂർ ഭാഗത്തിൽ ഇങ്ങനെ മന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് ലാക്കായിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മനസ്സിലായോ? അത് കാരണം ഇതാണ്. അപ്പോൾ രണ്ടാമത് നിങ്ങൾ തന്ന ലിസ്റ്റ് നോക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ അത് ഇന്ന് ഇരുന്ന് നോക്കാം. കുംഭമുദ്ര അറിയാമോ? കുംഭമുദ്ര അറിയണേ. നിങ്ങൾ കുംഭം വെച്ച് പൂജ ചെയ്യുന്നുണ്ടല്ലോ. കുംഭം വെച്ച് അത് മഹാലക്ഷ്മി, മറ്റേ കുബേരൻ, ഈവൻ ശിവലിംഗത്തെയും കുംഭത്തിൽ വരവളയ്ക്കാം. കുംഭം വെച്ചാൽ ഒന്ന് മഹാലക്ഷ്മി, കുബേരൻ, അതുപോലെ ശിവലിംഗത്തിന്. അപ്പോൾ കയ്യിൽ പിടിക്കുന്ന ഇങ്ങനെ 2 കൈ ഇങ്ങനെ 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 ഇത് ഇങ്ങനെ പിടിച്ച് താളോട്ട് താത്ത് പിടിക്കണം. ഇങ്ങനെ പിടിച്ച് താളോട്ട് താത്ത് തലകുപ്പറ പിടിക്കണം. 2 കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ തൂക്കി പിടിക്കുന്നത് താത്ത് പിടിക്കും. താത്ത് കുറച്ചുകൂടെ താത്ത് ഇങ്ങനെ താത്ത് പിടിക്കുമ്പോൾ അത് കുംഭമുദ്ര. അത് പൂജാമുദ്രയിൽ വരുന്നതാണ്. അടുത്തത് അത് ചാണമുദ്ര. ചാണമുദ്ര എന്ന് വെച്ചാൽ ഈ ചാണം ഇതിൽ ചാണമുദ്ര എന്ന് വെച്ചാൽ ഈ ചന്ദനം അരയ്ക്കുന്ന ചാണം, അതേമാതിരി ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ചാൽ ചാണമുദ്ര. ചന്ദനം ഇങ്ങനെ അരയ്ക്കുമല്ലോ തേച്ച്. അതേമാതിരി ഇത് പൂജയിൽ വരും. ഇങ്ങനെ ഒരു മുദ്രയിൽ കാണിക്കും, ചാണമുദ്ര ടച്ച് ചെയ്യും. അതുപോലെ എന്ന് വെച്ചാൽ നിരോധന മുദ്ര. നമ്മുടെ ഉദാന മുദ്രയെ പാരലായിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഉദാന മുദ്രയെ ഇങ്ങനെ പിടിച്ചാൽ അതിൻ്റെ പേര് നിരോധന മുദ്ര. നിരോധിച്ചാൽ ബ്ലോക്ക് ചെയ്യാനുള്ള മുദ്ര. മഹാമുദ്ര പൂജാ സമയത്ത് പിടിക്കണം. ഇങ്ങനെ കയ്യെ ഇങ്ങനെ വെച്ച് താത്ത് പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇനി വീണ്ടും താത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കി പിടിക്കും പൂജാ ടൈമിൽ. അത് പ്രസന്നമുദ്ര, പൂജാമുദ്ര, പ്രസന്നമുദ്ര. ഇങ്ങനെ പിടിച്ച് ഈ വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം. ഈ വിരൽ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച പ്രസന്ന മുദ്ര. അതായത് നമസ്കാര മുദ്രയിൽ തള്ളവർ 2 അകത്ത് പിടിക്കണം. അതിൻ്റെ പേര് പ്രസന്ന മുദ്ര. ഓക്കെ. ഈ മുദ്രകളെ ഡെയിലി ഇപ്പോൾ ഒരു 5 മിനിറ്റ് ചെയ്ത് നോക്കുക. വെച്ചാൽ ഈ മൂലാധാരം ഓപ്പൺ ആവും. പ്രസന്നം എന്ന് വെച്ചാൽ മുഖത്തിൽ പ്രസന്നം ഉണ്ടാകും. ഫേഷ്യൽ ഗ്ലോ. പ്രസന്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫേഷ്യൽ ഗ്ലോ ആണ്. ഫേഷ്യൽ ഗ്ലോ പ്രസന്ന നമ്മൾ ക്ഷേത്രത്തിലും യൂസ് ചെയ്യല്ലോ.